ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീഡിയോ ഇടുവാണല്ലേ. ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ഇൻസിഡൻസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വാർത്തകളിൽ കൂടെയൊക്കെ. ആ ഒരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ആ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ അവിടെ അത്രയും ബുദ്ധിമുട്ടുക, അനുഭവിക്കുക, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവിടെ നടന്ന സംഗതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എനിക്കൊരു മനസ്സ് വന്നില്ല വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിയുന്ന രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. അത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡ്രസ്സോ അല്ലെങ്കിൽ ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്തിച്ച് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു, താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ടെന്ന്. അതായത് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യൽ നിർത്തി വെച്ചിട്ടുണ്ടെന്ന് കണ്ടിരുന്നു. പിന്നെയും അത് തുടങ്ങിയോന്നറിയില്ല, റീസ്റ്റാർട്ട് ചെയ്തോന്നറിയില്ല. ഇപ്പോൾ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും കുറേ സാധനങ്ങളൊക്കെ അവർക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തട്ടെ, അതെനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതൽ ഇനി അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് റാസൽ കൈമയിലേക്ക് പോകുവാണ്. ഇപ്പോൾ 7:30 ആയി സമയം. ഞാൻ വേഗം എഴുന്നേറ്റിട്ട് പുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം എഴുന്നേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചു. കാരണം എന്താ വെച്ചാൽ എന്നിട്ട് പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുന്നമോളെ എഴുന്നേൽപ്പിക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ. അപ്പം ഇന്ന് റാസൽ കൈമയിൽ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാബു നാട്ടിൽ പോവുക. അവൻ 14-ാം തീയതി ഒക്കെ നാട്ടിൽ പോകും. അപ്പം അതുകൊണ്ട് ഞങ്ങളൊന്ന് അങ്ങോട്ട് പോവുക. ഓക്കെ. അതാ പുട്ടും ഗ്രീൻ പീസ് കറി കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ പുട്ടുകുറ്റിയിലല്ല ഇട്ടത്, ആവിപാത്രത്തിൽ പുട്ട് കുഴച്ചിട്ട് പകുതിയാക്കി അങ്ങനെ ആവി ഏറ്റെടുക്കുക കേട്ടോ ചെയ്തത്. ഞാനിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യും. ഞാനൊക്കെ മാത്രമാകുമ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ടുകുറ്റിയിൽ തന്നെ പുട്ട് ചൂടും. അങ്ങനെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം മുന്നമോളെ എഴുന്നേൽപ്പിക്കാൻ. ഞങ്ങളിതേ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. നമ്മൾ 10 മണിക്ക്, യെസ്, 9-10 മണിക്കൊക്കെ ഇറങ്ങണമെന്നാണ് കരുതിയത്. പക്ഷെ 1 മണിക്കൂർ കൂടി വൈകി അവിടെ. ഞങ്ങൾ ബാബു അപ്പൻ്റെ അടുത്തും ഉബ്ബൻ്റെ അടുത്തും പോവുകയാണ്. പറയും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ബാബു അപ്പനെ ഉബ്ബനെ കാണാൻ പോകണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അജ്മാനിലേക്കാണ് പോണത്. ഓക്കെ, കാക്കക്കാരുടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നേരെ റാസൽ കൈമയിലേക്ക് പോകും കേട്ടോ. പിന്നെ മോളെ ആപ്പിള് തിന്നുവാണല്ലേ. പറയാണേ റവാന്ന്. നല്ല ആളോട് പറഞ്ഞു കൊടുക്കണം. പാട്ടാണ് പാടുന്നുണ്ടല്ലോ. കൈ എടുക്കുക വാപ്പി വണ്ടി ഓടിക്കണം. PP ഇടണ്ട ഇപ്പൊ. PP നമ്മളിങ്ങനെ പോകുമ്പോ PP ഇടണ്ട കേട്ടോ. ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാലേ പോലീസ് പിടിച്ചാലേ ഇടാൻ പാടില്ല. മനസ്സിലായോ? ഇട്ട് കഴിഞ്ഞാലേ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാലേ നിങ്ങളെ കൊണ്ടുപോയാലേ വാപ്പിക്കാരുണ്ടാവില്ല, ഉമ്മിക്കാരുണ്ടാവില്ല, മുന്നുമോൾക്കാരുണ്ടാവില്ല. So what a nice baby.
നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അജ്മാനിലേക്കാണ് കേട്ടോ. അത് മലയിലെല്ലാം അജ്മാനിൽ പോയിട്ട് നമ്മൾ റാസൽ കൈമയിലേക്ക് പോകും. അത് മലയിലല്ല അജ്മാനിലല്ലേ? أول سير أجمان بعدين راس الخيمة. ما شاء الله انت كيف تعني عربي؟ أنا معلوم. كيف معلوم؟ شيء معلوم. എങ്ങനെ അറിയുന്നല്ലേ ഞാൻ ചോദിച്ചത്. അതൊന്നും പറയാൻ അറിയില്ല എനിക്ക്. കേട്ട് കേട്ട് പഠിക്കുക തന്നെ. ഞാൻ എന്താ പറയുക പോണ വീഡിയോ എടുക്കണത്, നമ്മളിങ്ങനെ നമ്മുടെ വ്യൂവേഴ്സിന് ഇങ്ങനെ 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 പുറമൊക്കെ കാണണമെന്നുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഷാർജ, എങ്ങനെയാണ് ദുബായ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോണ വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പൊ ഈ ഇങ്ങനെ എടുക്കണത് കൊണ്ട് വീഡിയോ ലെങ്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ ഈ വണ്ടി പോണത് സ്ഥലങ്ങളൊന്നും കാണാൻ താല്പര്യം ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. ചിലരുണ്ടാവും ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ, അവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. ആ ഇത് കൈ പിടിച്ചേക്കുവാണല്ലേ എൻ്റെ ലിബാം. ഷാർജ ഇതിപ്പോ അജ്മാനിലെത്തിയ നമ്മളില്ലല്ലോ. നമ്മൾ അജ്മാനിലാട്ടോ എത്തിയേക്കണത്. ഷാർജ ജസ്റ്റ് കഴിഞ്ഞു. യെസ്. ബാബാപ്പൻ്റെ അടുത്തും ഉപ്പാൻ്റെ അടുത്തും പോകുവാണ് ഞങ്ങള്. നമ്മളിത് റാസൽ കൈമയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഫസ്റ്റ് ബാബുവിന്റെ അടുത്തേക്ക് പോണത്. ബാബു അപ്പൊ ഇന്ന് ലീവാ? അപ്പൊ അവന്റെ ഏത് ലൊക്കേഷൻ തന്നേക്കണം? അവന്റെ ചോദിച്ചാ മതിയായിരുന്നു. റൂമിലേക്കാണോ? പിന്നെ ബാബുട്ടിയാക്കൂന് ഇതുണ്ടാ? ആ ശേഷം അവനക്ക് ഒഴിവെന്ന് പറഞ്ഞു. പോവാട്ടോ. പത്തൂട്ടോ ബാപ്പാക്കോ ലീവാണ് കേട്ടോ. പത്തൂട്ടോ. നമ്മളുടെ മുടി കെട്ടിയതൊക്കെ ലൂസായി പോയി. ബാബുവിനെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പള്ളിയിലേക്കാട്ടോ പോയത്. ഇത് പള്ളിയാണ്. ലേഡീസിനും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കയറി നിസ്കരിച്ചു കേട്ടോ.
ഞാൻ പള്ളിയുടെ ഉൾഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ കുറേ സ്ത്രീകളിരിക്കുമ്പോൾ, ലേഡീസ് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ എടുത്താൽ ചിലപ്പോൾ ഇവിടെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പബ്ലിക് ഏരിയകളിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്താൽ ഫൈൻ കിട്ടും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പള്ളിയുടെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. കാരണം പല നാഷണാലിറ്റികളിലുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഞാൻ പിന്നെ ജസ്റ്റ് ഞാൻ വുളു എടുക്കാൻ കയറിയപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തതാട്ടോ, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ആരും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്, എങ്ങാനും ഇനി ഫൈൻ കിട്ടിയിട്ട് പ്രശ്നമാവണ്ടെന്ന് കരുതിയിട്ട്. പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബാബുട്ടിയാക്കുനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടുന്ന് ബാബുട്ടിയാക്കുനെ പിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചപ്പോൾ ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ പുട്ടും പീസ് കറിയൊക്കെ കഴിച്ചിട്ടാണ് പോയതെങ്കിലും ആ ടൈം ആയപ്പോഴത്തേന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റോ പോയി അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇത് ഇവിടുത്തെ ഒരു ബാങ്കാണ് കേട്ടോ, എമിറേറ്റ്സ് NBD. ഹലോ, ദേ ഇപ്പോൾ നമ്മൾ നെസ്റ്റോന്ന് ഇറങ്ങിയിട്ട് ബാബുട്ടിയാക്കുനെ കൊണ്ടുപോയി ആക്കി കൊടുത്തു. പിന്നെ ബാബുവിൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെടുത്തു. അതിന് ശേഷം ഇക്കാക്കയും ബാബുവും കൂടി ഒരു അത്തറ് നോക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയേക്കോട്ടെ. ഞാനും മുന്നമോളും വണ്ടിയിലിരുന്നു. മുന്നമോള് ദേ നല്ല ഉറക്കമാണ് ആള്, അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ണൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് എന്തോ പോലെയൊക്കെ മുഖം. രാവിലെ ഷൂട്ട് ചെയ്ത പോലെ അല്ല മുഖം, അപ്പോൾ കണ്ണൊക്കെ എന്തോ പോലെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ബാബുവിനാക്കിയിട്ട് നേരെ നമ്മൾ ഷാർജയിലേക്ക് പോകും കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഷോപ്പിലൊന്നും ഇറങ്ങണില്ല. ഇവിടെ വാല്യൂ ബാഗ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അവിടെ കയറണം എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ മുന്നമോൾ ഉറങ്ങിയത് കൊണ്ട് കയറണില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.